തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണ്. എല്ലാ മതങ്ങളുടെയും ജാതികളുടെയും പേരിൽ സംഗമം നടത്തേണ്ടി വരുമെന്നും സതീശൻ പറഞ്ഞു. സർക്കാർ ഇത് 10ാം വർഷമായപ്പോൾ പാനിക്കായിരിക്കും. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ചു കാണും. വലിയ തോൽവി, 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ഇതുവരെ 10 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ, 9 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണ് ഇത്? എന്നാൽ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തി എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ് ഇവർ ഇതുവരെ ഉണ്ടായിരുന്ന പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ തമാശയാക്കല്ലേ? ഭരണമെന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ്. അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസപാത്രമാവും. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഈ ഓരോ ജാതി ഉപജാതിയും തിരിച്ച് സംഗമം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ, തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ എന്നിവർ ചേരുകയാണ്. ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം. പക്ഷേ അത് സംഗമമല്ല, അത് സെമിനാറാണ് എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും ഈ ന്യൂനപക്ഷ സംഗമത്തെ ഇനി എങ്ങനെയാകും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കാൻ പോകുന്നത്? ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ UDF ഉന്നയിച്ചിരുന്നു. അതിന് പിറകെയാണ് അത് ഹൈക്കോടതി കയറുകയും പിന്നീട് ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ അത്തരമൊരു സംഗമത്തിന് അനുമതി നൽകുകയുമാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിറകെയാണ് ന്യൂനപക്ഷം സംഗമം നടത്താൻ കൂടി സർക്കാരിന് പദ്ധതിയുണ്ട് എന്നൊരു വാർത്ത മീഡിയ വൺ പുറത്തുവിടുന്നത്. പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമായി. ഇന്നിപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് 33 സെമിനാറുകൾ സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായ ഒരു പരിപാടി മാത്രമാണ്, ഒരു സെമിനാർ മാത്രമാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സാങ്കേതികമായി അങ്ങനെ പറയാമെങ്കിൽ പോലും എറണാകുളത്ത് പ്രത്യേക മുന്നൊരുക്കത്തോടു കൂടി നടത്തുന്നത് കേവലം സെമിനാർ അല്ല, അത് സർക്കാരിന്റെ കൃത്യമായ ഒരു ഔട്ട്റീച്ച് പരിപാടിയായിട്ട് തന്നെയാണ് അത് നടക്കുന്നത്. അത് സഭകളെയും വിവിധ ക്രൈസ്തവ സഭകളെയും വിവിധ മുസ്ലിം സംഘടനകളെയും എല്ലാം അവിടെ എത്തിച്ച് അവരോട് സംവദിക്കുന്ന ഒരു പ്രത്യേക ക്രമീകരണത്തിൽ തന്നെയാണ് അത് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ മുന്നൊരുക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് ഇന്നലെ തന്നെ ഒരു ആലോചനാ യോഗം അതുമായി ബന്ധപ്പെട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. അത് ചിലരുടെ തിരക്ക് മൂലമാണ് നടക്കാതെ പോയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അത് സംബന്ധിച്ച ഒരു യോഗം നടക്കും. ഈ KJ മാക്സി MLAക്കാണ് ക്രൈസ്തവ സഭകളെ ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തി ഈ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ കമ്മീഷനിലെ ഒരു അംഗത്തിന് മുസ്ലിം സംഘടനകളുടെ കാര്യത്തിൽ ചുമതല നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയ മുന്നൊരുക്കത്തോടു കൂടി നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ അത്രയും വ്യാപ്തി അതിനുണ്ടാവില്ലെങ്കിൽ പോലും ന്യൂനപക്ഷ സംഘടനകളുമായി ബന്ധപ്പെട്ട വലിയ ഒരു സർക്കാരിന്റെ ഒരു ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് അതിന്റെ ഭാഗമായി നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം അങ്ങനെ പോവുകയാണെങ്കിൽ ജാതി തിരിച്ച് മതം തിരിച്ച് ഇനി ഓരോ സംഗമം നടത്തുമോ സർക്കാർ എന്ന ചോദ്യമായിരിക്കുമല്ലേ ശക്തമാക്കുക പ്രതിപക്ഷം? തീർച്ചയായും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ സമുദായങ്ങളെ വേർതിരിച്ച് പ്രത്യേക രീതിയിൽ സമീപിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിന് വർഗീയ താല്പര്യങ്ങളുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്താണ് ഇവർ നടത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന പരിപാടികളെല്ലാം തന്നെ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഉള്ളതാണ്, അല്ലാതെ വികസനവുമായി അതിനൊരു ബന്ധവുമില്ല എന്നൊരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്.